പരിശുദ്ധമായ അല്ലാഹുവിന്റെ കാരുണ്യത്തെ ചോദിക്കുന്ന പത്ത്. അല്ലാഹുവിന്റെ കാരുണ്യം എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ് മഹത്തുക്കൾ നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ അറ്റമില്ലാത്ത കാരുണ്യം നമ്മുടെ ശരീരങ്ങളിലേക്ക് നോക്കിയാൽ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ പരിശോധിച്ച് നോക്കും നിങ്ങൾ. അതുപോലെ നമുക്ക് താങ്ങും തണലുമായി അല്ലാഹു എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ സിദ്ധിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുത്. അല്ലാഹു നമ്മെ സഹായിക്കും, അവൻ നമ്മെ കൈവിടില്ല എന്ന ശുഭപ്രതീക്ഷ നമുക്ക് എപ്പോഴും വേണം. ഒരു സ്വഹാബി മരിക്കാൻ ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ സമയത്ത് മരിക്കാൻ കിടക്കുന്ന സ്വഹാബിയാണ്. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ആ സ്വഹാബി, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബി നബി തങ്ങളോട് പറയുന്നുണ്ട്, അഖാഫു ദുനൂബി വഅർജു റഹ്മത റബ്ബി. അഖാഫു ദുനൂബി, എനിക്ക് എന്റെ പാപഭാരങ്ങളുടെ കൂമ്പാരങ്ങളോട് ഭയപ്പാടുണ്ട്. പക്ഷേ വഅർജു റഹ്മത റബ്ബി, എന്റെ കാരുണ്യവാനായ അല്ലാഹു അത് എനിക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. വഅർജു റഹ്മത റബ്ബി, എന്റെ കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷ മാറ്റണം. നോക്കൂ നിങ്ങൾ. അപ്പോൾ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ശിർ യാ സ്വഹാബി, കൂട്ടുകാരാ, എന്നാൽ നീ സന്തോഷിച്ചു കൊള്ളുക. നമ്മൾ എങ്ങനെയാണോ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത് അതുപോലെയായിരിക്കും അല്ലാഹു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പരിശുദ്ധമായ ഈ കാരുണ്യത്തിനെ ചോദിക്കുന്ന പത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കണം. അത് ഒരുപാട് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ട്. ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ എല്ലാവരെയും പരിഗണിച്ച് സഹായിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനുള്ള സാന്ദർഭികമായ അവസരം നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഇബാദത്താണ് റമദാനിലുള്ള തറാവീഹ് നമസ്കാരം. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയും സഹാബാക്കളിലൂടെയും നമുക്ക് വളരെ മനോഹരമാക്കി തന്ന ഇബാദത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്തായ നമസ്കാരമായ തറാവീഹ് നമസ്കാരം. അത് തറാവീഹ് 20 റക്അത്ത് തന്നെയാണ്. പലപ്പോഴും അതിന്റെ ചർച്ചകളും അഭിപ്രായ സ്വൈര്യങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും അത് വിദഗ്ധത്തിലേക്ക് നമ്മൾ അതിന്റെ ആശയങ്ങൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിശ്രമങ്ങൾ എന്നാണ്. തർവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമം. അതിന്റെ ജംആണ് അറബി ഭാഷയിൽ തറാവീഹ്. അപ്പോൾ വിശ്രമങ്ങൾ എന്ന് പറയണമെങ്കിൽ സാന്ദർഭികമായി 3 സന്ദർഭങ്ങൾ കൂടി വരണം. 1ഉം 2ഉം വന്നാൽ അത് ജംആയി പരിഗണിക്കൂല, കൂട്ടമായി പരിഗണിക്കൂല. 2 വ്യക്തിയെ കണ്ടാൽ ഇത് കൂട്ടമാണെന്ന് പറയില്ല. അത് 3ഓ 3-ലധികമോ ആളെ കണ്ടാലാണ് അത് കൂട്ടങ്ങൾ എന്ന് പറയാം. പ്രയോഗം തറാവീഹ് എന്നാണ്. എന്തുകൊണ്ടാണ് തറാവീഹ് എന്ന പദം വന്നത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബികളും 4 റക്അത്ത് കൂടുമ്പോഴാണ് തർവീഹ് നടത്തിയിരുന്നത്. തർവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമം നടത്തിയിരുന്നത്. നമ്മളൊക്കെ സല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലി എന്ന് പറഞ്ഞ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കുറച്ച് ടൈം വിശ്രമിക്കാറുണ്ട്. അത് 4 റക്അത്തും 8 റക്അത്തും കഴിഞ്ഞ് 12 റക്അത്ത് കഴിയുമ്പോഴാണ് ജംഉ എത്തുക. 3 എത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവിടെ 8 റക്അത്തിന് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കാം, 11 റക്അത്തിന് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുവത്ത എന്ന് പറയുന്ന ആധികാരികമായ ഗ്രന്ഥം, ആരും പരിഗണിക്കുന്ന ഗ്രന്ഥമാണ് മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം.
അതിൽ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിരുന്നതായിട്ട് അത് 23 റക്അത്തായിരുന്നു എന്നാണ്. എങ്ങനെയാണ് 23 റക്അത്തായി? നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കണം. തറാവീഹ് എന്ന് പറയുന്ന 20 റക്അത്ത് നമസ്കാരത്തിന് ശേഷം 3 റക്അത്ത് വിത്റും കൂടി നബി തങ്ങൾ 23 റക്അത്തായിരുന്നു. റമദാനിലെ ഖിയാമുൽ ലൈലി എന്ന പേരിലും പിന്നീട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 23 റക്അത്തോടെ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹും വിത്റും. അതാണ് നമ്മൾ സുന്നി ചിന്താധാരകൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇന്ന് ഇവിടെ 8 അതുപോലെ 11 എന്ന് പറയുന്ന അവരുടെ മദ്രസകൾ ഇവിടെ 1923 ഉടലെടുത്ത അവരുടെ സംഘടനകളിൽ തന്നെ മദ്രസകളുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് തറാവീഹ് 20 റക്അത്ത് എന്നാണ്. തറാവീഹ് 20 റക്അത്ത് എന്നാൽ ഇന്നും അതിന്റെ രേഖകൾ സാക്ഷികളാണ്. ഇന്നും അതിന്റെ രേഖകൾ സാക്ഷിയാണ്. നോക്കൂ നിങ്ങൾ, പാവപ്പെട്ട കുട്ടികളെ 20 റക്അത്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അത് 11 ആണെന്നും ചില ഭാഗത്ത് 8 ആണെന്നും പറഞ്ഞ് സമൂഹത്തിനിടയിൽ വൈരുദ്ധ്യത സൃഷ്ടിക്കുന്ന, അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കുന്ന വളരെ ജാള്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അവരുടെ പ്രമുഖരായ ഇ.കെ. മൗലവിയെ പോലെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ അവരുടെ തന്നെ ആധികാരികമായ ഗ്രന്ഥമാണ് കിതാബു അവ്വലി ഫിൽ അമലിയാത്ത്, ആരാധന കർമ്മങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് സ്പഷ്ടമായി വിശദീകരിക്കുന്ന ഗ്രന്ഥം. അതിൽ പറയുന്നുണ്ട് തറാവീഹ് 20 റക്അത്താണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് അവർ ചിന്തകളെ വളച്ചു വെച്ച് അവസാനം 8 എന്ന് പറഞ്ഞ് 11 എന്ന് പറഞ്ഞു. ഇപ്പോൾ 11 അവർ മുസ്ലിം സമൂഹത്തെ ആശയക്കുഴപ്പത്തിലാക്കി നിർത്തുകയാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവാണ് തറാവീഹ് നമസ്കാരത്തിനെ ക്രോഡീകരിച്ചത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തറാവീഹ് എന്ന് പറഞ്ഞ സമ്പ്രദായം ആ കാലഘട്ടത്തിൽ ഖിയാമുൽ ലൈലി എന്നാണ് പറഞ്ഞിരുന്നത്. എങ്ങനെ? അതും ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് ക്രോഡീകരിക്കുന്നതിന് മുമ്പ് പല ആളുകളും പല ഭാഗത്തായി ജമാഅത്ത് നമസ്കരിക്കുക. ഓരോ തൂണിന്റെ പിറകിൽ 3 ആൾ, ഈ തൂണിന്റെ പിറകിൽ 3 ആൾ, അങ്ങനെ വ്യത്യസ്ത കൂട്ടങ്ങളായി നമസ്കരിക്കുന്ന സന്ദർഭം കണ്ടപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ക്രോഡീകരിക്കണമെന്ന് നിയ്യത്ത് വെച്ച് മഹാനായ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും നബി തങ്ങൾ കണ്ട പ്രമുഖ സഹാബികളായ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബൂ തുൽഹാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആ പ്രമുഖ സഹാബികൾക്കിടയിലാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് 20 റക്അത്ത് നമസ്കരിച്ച് അത് ക്രോഡീകരിച്ച് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി തങ്ങൾ ചെയ്യാത്ത കാര്യം എങ്ങനെ സഹാബികൾ ചെയ്തു എന്നതിന് പ്രസക്തിയില്ല. കാരണം നമുക്കറിയാം, ഇവിടെ ഖുർആൻ ക്രോഡീകരിച്ചത്, ഖുർആൻ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന ആ ലിപി അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ക്രോഡീകരിച്ചിട്ടില്ല. പാറകളിലും അതുപോലെ മരങ്ങളിലും കൊമ്പുകളിലും കൊത്തിവെച്ച അവസ്ഥയായിരുന്നു. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുമാണ് അത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത്. ജുമുഅയുടെ 2ാം ബാങ്ക് അത് പിന്നീട് കൊണ്ടുവന്നതാണ്, നബി തങ്ങൾ നടപ്പിലാക്കിയതല്ല. പക്ഷേ നമുക്ക് ആധികാരികമായി പറയാനുള്ളത് എന്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്. അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിനായി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ തറാവീഹ് പറയുന്നത്. അതാണ് ജുമുഅയുടെ 2ാം ബാങ്കിൽ നമ്മൾ അനുകരിക്കുന്നത്. അതാണ് നമ്മൾ ഖുർആൻ ഇന്നും മുസ്ഹഫ് ലിപിയായി ഓതാൻ നമ്മൾ ഇന്നും തെളിവായി ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ആ സഹാബികളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലായി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ സന്ദർഭത്തിനനുസരിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹം മോശമായി കൊണ്ടിരിക്കുകയാണ്. കിതാബുകളെയും ഹദീസുകളെയും അവർക്ക് കഴിയുന്ന വിധത്തിൽ
അങ്ങനെ വിചിന്തനം ചെയ്യാം. അത് ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള ഹദീസിനെ പോലും തള്ളുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും നബി തങ്ങൾ പറഞ്ഞതാ. എന്ത് വിധത്തിന്റെ മാറ്റങ്ങൾ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് ഖർനി എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും പിന്നെ അവർക്ക് അടുത്ത നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും പിന്നെ അത് കഴിഞ്ഞുള്ള നൂറ്റാണ്ടാണ്. അപ്പൊ നമ്മുടെ നൂറ്റാണ്ടിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൂർവികന്മാരായ മദ്ഹബുകളിൽ നിന്നാണ്. അല്ലാഹു തൗഫീഖ്